എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ അജാമിള മോക്ഷം. പണ്ട് കന്യാകുബ്ജം എന്ന ദേശത്ത് അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമിയായി പത്നി സമേതം ധർമ്മിഷ്ഠനായി വാണിരുന്നു. ഒരു ദിവസം ഹോമത്തിനുള്ള സാമഗ്രികൾ സംഭരിക്കാനായി അദ്ദേഹം കാട്ടിലേക്ക് പോയി. അപ്രതീക്ഷിതമായി വനാന്തരത്തിൽ വെച്ച് അജാമിളൻ ഒരു സുന്ദരിയെ കണ്ടുമുട്ടി. വനദേവതയോ ഇവൾ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഒരു കടാക്ഷം നൽകിയിട്ട് അവൾ നടന്ന് അജാമിളൻ അവളെ പിന്തുടർന്നു. അവൾ യഥാർത്ഥത്തിൽ ഒരു വേശ്യയായിരുന്നു. അതറിഞ്ഞ അജാമിളൻ അവളെ ഭാര്യയാക്കി അവളോടൊപ്പം വനത്തിനുള്ളിലെ വീട്ടിൽ താമസം തുടങ്ങി. അതോടെ അയാൾ ആകെ മാറി. ബ്രാഹ്മണ സഹജമായ കർമ്മങ്ങളൊക്കെ കൈവിട്ടു. ഒരു കാട്ടാളന്റെ രീതികൾ സ്വീകരിച്ചു. പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി പിടിച്ച് ചുട്ടു തിന്നും കാട്ടിലൂടെ വരുന്നവരെ ആക്രമിച്ചും അവരുടെ പക്കലുള്ള ദ്രവ്യം തട്ടിപ്പറിച്ചുമൊക്കെ തനിക്കാടനായി അയാൾ ജീവിച്ചു. ദൈവകാര്യങ്ങളും പൂജകളുമെല്ലാം മറന്ന് ആ വേശ്യ സ്ത്രീയിൽ അയാൾക്ക് 4 പുത്രന്മാരും ജനിച്ചു. ഇളയ പുത്രനെ നാരായണൻ എന്ന പേരും നൽകി. കാലം കടന്നുപോയി. അജാമിളനെ ഏറെ വയസ്സായി. മരണാസന്നനായി അയാൾ കിടന്നു. മരണമുഹൂർത്തം അടുത്തപ്പോൾ കാലകിങ്കരന്മാർ അയാളെ കൊണ്ടുപോകാനായി എത്തി. അവരുടെ ഘോരരൂപം കണ്ട് പേടിച്ച് അജാമിളൻ തൻ്റെ ഇളയ മകനെ ഉദ്ദേശിച്ച് ഇപ്രകാരം വിളിച്ചു: നാരായണ, നാരായണ, ഓടിവാ, ഈ കാലദൂതന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കു നാരായണ, നാരായണ. പെട്ടെന്ന് ദിവ്യരൂപമായ വിഷ്ണു പാർഷദന്മാർ അവിടെ എത്തി. കാലകിങ്കരന്മാരെ അവർ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ, ഇത്രയും കാലം ദുഷ്ടപ്രവൃത്തി ചെയ്ത ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നതെന്നും അത് തടയുന്നതിൻ്റെ ന്യായം എന്തെന്നും കാലദൂതന്മാർ ചോദിച്ചു. കാര്യം ശരിയാണ്. ജീവിതകാലത്ത് മുഴുവൻ ഇവൻ അധർമ്മമാണ് ചെയ്തത്. പക്ഷേ അന്ത്യസമയത്തെ അവൻ നാരായണ നാമം ഉരുവിട്ടത് കേട്ടില്ലേ? അവൻ ഇനി വിഷ്ണുവിൻ്റെ കാരുണ്യം നേടിയവനായിരിക്കും. അറിയാതെ ആണെങ്കിലും നാരായണ നാമം ജപിക്കുന്നവൻ ഭഗവാൻ കൈവിടില്ല എന്നതാണ് ഈ കഥയുടെ സാരം. എല്ലാവർക്കും ഇഷ്ടമായല്ലോ?